ഹായ് ഫ്രണ്ട്സ്, റാസി കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വാഹനമായിട്ടാണ്. മെർസിഡീസ് ബെൻസിൻ്റെ E220 ആണ്. സാധാരണ നമ്മൾ ഈ വെർഷനിൽ കാണുന്നത് E250 ആണ് ഡീസലിൽ വരാറ്. ഇത് E220 ആണ്. അതായത് സെയിം ഇതിൽ തന്നെ 250ൻ്റെ അതേ രീതിയിൽ തന്നെ ഇറക്കിയ വാഹനമാണ്. ബോഡിയിലോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ CCയിൽ ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് ഇറക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 250 കിട്ടുന്നതിലേറെ മൈലേജും കൂടുതൽ ലഭിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇത് വെൽ മെയിൻറ്റൈൻഡ് ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സ് ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 2012 മോഡൽ ആണ് ഇത് വരുന്നത്. 2012 രജിസ്ട്രേഷൻ മോഡലാണ് ഇത്. നമ്മൾക്ക് കേരളത്തിൽ കുറച്ച് മുമ്പേ ഒരാളെ പേരിൽ HR രജിസ്ട്രേഷനിൽ തന്നെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തൊരു വാഹനമാണ്. അതൊക്കെ അവിടെ ബിസിനസ് ഉള്ളതുകൊണ്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ ഇവിടെ കുറച്ച് കാലമായിട്ട് ഇവിടെ കേരളത്തിൽ ഉള്ള വാഹനം തന്നെയാണ്. അപ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ വാഹനം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഇത് വൈറ്റ് കളറിൽ വരുന്നതാണ്. വൈറ്റ് കളർ നല്ലൊരു അട്രാക്ഷൻ വരുന്നൊരു കളറാണ് പൊതുവേ വരുന്നത്. ഒരുപാട് പേര് വൈറ്റ് മാത്രം അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഇത് മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കസ്റ്റമർ നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇതിൻ്റെ നോക്കുമ്പോൾ ഈ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല പുതിയ ടയർ തന്നെയാണ് പറയുന്നത്. കട്ടൻ്റെ ഈ ഇതുവരെ ഇതുണ്ട്, സൈഡിലെ ഇതുവരെ പോയിട്ടില്ല. അത് നല്ല കട്ടുള്ള ടയർ, ഒരു 90% കട്ടുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈൽ കാര്യങ്ങളൊന്നും, ഒരു മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വാഹനം ഉള്ളത്, നിലവിലുള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എംബ്ലം ഉണ്ട്. ഇതിന് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഗ്രില്ലാണ് വരുന്നത്. ഇത് 2009 ലാസ്റ്റ് കാലത്താണ് ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള വാഹനം ഇറങ്ങി തുടങ്ങിയത്. 212 എന്ന് പറയുന്നത്, W212 എന്നാണ് ഈ മോഡലിനെ വിളിക്കുന്ന പേര്. അപ്പോൾ ഇങ്ങനെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ. ഇത് 2012 ചെറിയ മാറ്റങ്ങളോട് കൂടി വന്നിട്ടുണ്ട്. പെഡൽ ഷിഫ്റ്റ്, ഹാൻഡ് ഗിയറൊക്കെയാണ് ഈ വാഹനത്തിലുള്ളത്. പിന്നെ 14 വീണ്ടും ഫേസ് ലിഫ്റ്റായിട്ട് വേറെ വാഹനം ഇതിൻ്റെ ഫേസ് ലിഫ്റ്റായിട്ട് വന്നു. അപ്പോൾ ഇത് നമുക്ക് പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. ഇത് 2012 വളരെ കുറച്ച് വണ്ടികളൊക്കെ ഉള്ളൂ. 220-ലാണ് ഇത് വരുന്നത്. 250-ലൊക്കെ 2012 ഇറങ്ങിയ വാഹനത്തിനും താഴെ പ്ലാറ്റ്ഫോം ഗിയറാണ് വരുന്നത്. ഇത് മൊത്തത്തിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് ഉണ്ട്, പക്ഷേ ഒറിജിനലാണ്, കമ്പനിയിൽ നിന്ന് മാറിയതാണ്. അതിൻ്റെ എംബ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ മറ്റുള്ള മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. റീപെയിൻറ്റും തന്നെ തീരെ ഇല്ല എന്ന് പറയാം. അമ്പറിലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഉണ്ടാവുള്ളൂ. സൈഡ് പ്രൊഫൈൽ പറയുമ്പോൾ കണ്ടോ, ലൈനിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ട്. പണിയെടുത്ത വണ്ടികളൊക്കെ ആകുമ്പോൾ അത്ര ഒരു ക്വാളിറ്റി ലൈനിങ് ഒന്നും ഉണ്ടാവില്ല. നല്ല ക്വാളിറ്റിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കസ്റ്റമർ. ബാക്ക് പുറകുവശം പരിശോധിക്കുമ്പോൾ ഡിക്കിയിൽ ഇങ്ങനെ ഇവിടെ സെൻറ്റർ എംബ്ലം വരുന്നുണ്ട്. പിന്നെ ഇവിടെ E220 എന്നുള്ള ഒരു ലെറ്റർ വരുന്നുണ്ട്. അത് ഇതിനെ സൂചിപ്പിക്കുന്നതാണ്. അത് നമുക്ക് ഇതിൽ E200 വരുന്നുണ്ട് പെട്രോള്, 220 ഡീസലാണ്. പിന്നെ E250 ഡീസലും പെട്രോളും വരുന്നുണ്ട്. പിന്നെ 350 നമുക്ക് പെട്രോളും ഡീസലും വരുന്നത്. ഒരുപാട് വെർഷൻ ഈ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് പറയാനാണെങ്കിൽ വിശദമായിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞാൽ ഒരു വലിയ വീഡിയോ വേറെ ചെയ്യേണ്ടി വരും.
അതിന് മാത്രമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണിത്. പിന്നെ ലൈറ്റിംഗ് ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ, മങ്ങിയിട്ടോ കാര്യങ്ങളോ വെള്ളം കയറിയതോ ഒന്നും ഇല്ല. ഒക്കെ ചിലതിന് ഇവിടെ ഇങ്ങനെ ഹോൾസൊക്കെ വീണിട്ട് വെള്ളം കയറിയ ഒരു പാടൊക്കെ കാണാം. അത് നല്ല ക്വാളിറ്റി തന്നെയാണ് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ CDI, അതായത് ഡീസൽ വാഹനമാണ് അതിനെ സൂചിപ്പിക്കുന്ന CDI ആണ്. പെട്രോൾ ആണെങ്കിൽ CGI എന്ന് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അത് കാണാം. ഇൻറ്റീരിയർ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. നല്ല ഒരു ബീജ് കളറുമാണ് വരുന്നത്. ഇതിൽ വരുന്ന ബീജ് കളർ വരും, പിന്നെ ഒരു റെഡ് കളറ്, ഒരു ഓറഞ്ച് കളർ പോലുള്ള കളറും വരും, പിന്നെ ബ്ലാക്ക്. 3 കോമൺ ആയിട്ട് വരുന്നത്. ഒരു വൈറ്റ് ഷെയ്ഡിങ് ഉള്ള ഒരു കളറും വരാറുണ്ട്, വളരെ അപൂർവമാണ്. പിന്നെ അത് നമുക്ക് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് വീലൊക്കെ 2009 10 മുതൽ 12 വരെ ഇറങ്ങിയ ആ ടൈപ്പിലുള്ള തന്നെയാണ്. അത് 13 സ്റ്റിയറിംഗ് വീൽ ഒന്ന് അപ്ഡേറ്റ് ആവുന്നത്, 12 ലാസ്റ്റിലൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ വേറെ പ്രത്യേകത, നമുക്ക് ഇവിടെ വരുന്ന ഗിയർ മേലെയാണ്, ഇവിടെയാണ് വരുന്നത്. ഹാൻഡ് ഗിയർ പെഡൽ ഷിഫ്റ്റാണ് അത് വരുന്നത്. നമുക്ക് ഗിയർ അങ്ങോട്ടൊക്കെ മാറ്റാനൊക്കെ പറ്റും. അതായത് മാനുവലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ക്രൂയിസ് കൺട്രോൾ വരുന്ന ഇൻഡിക്കേറ്റർ, വൈപ്പറിൻ്റെ റോഡ്, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ബട്ടണിലാണ് വരുന്നത്. അങ്ങനെ എല്ലാ ഇലക്ട്രോണിക്സും വർക്കിംഗ് ആണ്, ഒന്നും വർക്ക് ചെയ്യാത്തതായിട്ടുള്ള ഒന്നുമില്ല. പിന്നെ നോർമലി വരുന്ന ഭാഗത്ത് വരുന്ന സീറ്റിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ ഒരു 3 പേർക്ക് ഇവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ നമുക്ക് ബാക്കിലോട്ട് നീക്കാം, ഫ്രണ്ടിലോട്ട്, പിന്നെ ചായ അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ അഡ്രസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ആവേണ്ടി വരും. ഇത്രയും ഓപ്ഷൻസ്. ഇതൊക്കെ ഇതുപോലെ തന്നെ ആ ഡോറിൻ്റെ മറ്റു ഡോറിലും വരുന്നുണ്ട്. ഫ്രണ്ട് 2 ഡോറിലാണ് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വരുന്നത്. പിന്നെ നമുക്കിവിടെ ഡോർ ലോക്ക് ആക്കാനും അൺലോക്ക് ചെയ്യാനുള്ളൊരു 2 ബട്ടണുണ്ട് ഇവിടെ തന്നെ വരുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിന് ഒരുപാട് കൺട്രോൾസ് വരുന്നുണ്ട്. ഇതിൻ്റെ വണ്ടിയുടെ സെറ്റിങ്സ് ഓരോ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ സ്റ്റീരിയോ, AC-യുടെ വെൻറ്റ് 2 വരുന്നുണ്ട്. 4 വെൻറ്റാണ് മൊത്തം വരുന്നത്, പുറകിലുണ്ട്. പിന്നെ സ്റ്റീരിയോ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇത് ബാക്കിലെ കർട്ടൻ നമുക്ക് പൊക്കാനും താഴ്ത്താനും ഉള്ളൊരു ഇതാണിത്. സീറ്റിൻ്റെ അഡ്രസ്റ്റ്, ബാക്കിലെ അഡ്രസ്റ്റ് താഴ്ത്തിയിടാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് എക്കോ മോഡ് വരുന്നുണ്ട് ഇതിൽ. എക്കോ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ടൗണിലൊക്കെ കുറച്ച് സമയം അത് വണ്ടി ഓഫ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും, എന്നാൽ പെട്ടെന്ന് എടുത്ത് പോകും വേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷനിൽ കുറച്ച് ഈ ടൗണുകളിൽ ട്രാഫിക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് ബട്ടൺ അമർത്തിയിട്ട് ബ്രേക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫായി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബ്രേക്ക് റിലീസ് ചെയ്താൽ തന്നെ വണ്ടി സ്റ്റാർട്ടാവും. നമുക്ക് കീയിൽ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുള്ളൊരു എക്കോ മോഡാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇത് പാർക്കിംഗ് സെൻസറാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ AC-യുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഇവിടെ ഗിയർ മേലായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസും കൂടി ഇവിടെ ഡീസൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് സ്റ്റീരിയോയിൽ കൺട്രോളിങ്സ് കാര്യങ്ങൾ ഒരു മൗസ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ഗിയർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഗിയർ വരുന്നതിന് വേറൊരു ടൈപ്പാണ് ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരിക. ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങുന്ന രൂപത്തിലാണ് ഉള്ളത്. മറ്റു മോഡലുകൾക്ക് സൈഡിലാണ്, ഇവിടെ ഇങ്ങനെ നിൽക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം രൂപത്തിൽ വരിക. ഇൻറ്റീരിയർ നല്ല ക്ലീൻ നീറ്റാണ്. നല്ല രീതിയിൽ ഒരു കസ്റ്റമർ, നമ്മളറിയുന്ന ഒരു കസ്റ്റമർ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇങ്ങോട്ടൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്കൊരു അഡീഷണൽ ഒരു കർട്ടൺ വരുന്നുണ്ട്. മാനുവലായിട്ട് നമ്മൾ ഇങ്ങനെ പൊക്കി വെക്കണം. അത് കമ്പനി ഇങ്ങനെ മാനുവലായിട്ട് കൊടുത്തത്. S-ക്ലാസ്സിലൊക്കെ ഒരുപാട് മോഡലുകൾ നമുക്ക് ബട്ടണിൽ പൊക്കി താഴത്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ വരുന്നത് പവറിൻ്റെ സ്വിച്ചസ് ആണ് ഇവിടെ കാര്യമായിട്ട്. പിന്നെ ഒരു ചെറിയൊരു ബോക്സ്, ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെയുണ്ട് 2 പോസ്റ്റുകളിലായിട്ട് ഇവിടെ നമുക്ക് AC വെൻറ്റ് വരുന്നത്. ഇത് E-ക്ലാസിൻ്റെ മാത്രം പ്രത്യേകത. E-ക്ലാസ് അതിൻ്റെ മുകളിലോട്ടുള്ള വണ്ടികൾക്കാണ് അവിടെ AC വെൻറ്റ് വരുന്നത്. ഇതിന് മൊത്തം ബാക്കിൽ ഒരുപാട് 4 AC വെൻറ്റ് ഉണ്ടെന്ന് പറയാം. ബാക്കിലുള്ളത് ബാക്കിൽ അത്രയും കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഒരു എന്താ പറയുക, BMW ഡ്രൈവേഴ്സ് കാറാണെന്ന് പറയുന്ന പോലെ അത് പിറകിലെ സീറ്റാണ് കൂടുതൽ കംഫർട്ട് കൂടുതൽ തരിക. മുന്നത്തേതും ഉണ്ട്, പക്ഷേ കൂടുതലും അങ്ങനെ ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ അഡ്രസ്സിൻ്റെ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ബട്ടൺ നമ്മൾ അവിടെ കാണിച്ചു, ഇത് താഴ്ത്താനും വെക്കാനും. പിന്നെ ബാക്കിൽ കർട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ എല്ലാ വണ്ടിയിലും കാണിക്കുന്നതാണ്. E-ക്ലാസ് മൊത്തം സീലൊക്കെ വരുന്നത് തന്നെ. ഇവിടെ അങ്ങനെ കുറച്ച് സ്പേസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഗ്ലാസ് വെക്കാനും. പിന്നെ ഇവിടെ കുറച്ച് ചെറിയ സ്പേസ്, ഇതിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ വെക്കും ചെയ്യാം. ഹാൻഡ് റെസ്റ്റ് വെക്കാനുള്ളൊരിതുണ്ട്. ബാക്ക് നോക്കുമ്പോൾ നല്ലൊരു സ്പീഷ്യസ്, പ്രത്യേകിച്ച് E-ക്ലാസ് ആണ്. E-ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഴ്സിഡീസ് ബെൻസിൽ അത്യാവശ്യം നല്ലൊരു ലക്ഷറിയസ് വണ്ടിയാണ്. C-ക്ലാസ് പറഞ്ഞാൽ ബേസിക് ആണ്, അതിൻ്റെ നേരെ മുകളിലുള്ളതാണ് E-ക്ലാസ്. അത്യാവശ്യം ലക്ഷറിയസ് വണ്ടിയാണ്. S-ക്ലാസിന് തൊട്ട് താഴെയുള്ള എല്ലാ ഫീച്ചേഴ്സുകളും ഇതിൽ വരും. പിന്നെ അത്യാവശ്യം ഒരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് വാഹനം, ഇപ്പോൾ ഈ ടൈപ്പിൽ വാഹനം ഒരുപാട് നമ്മൾ കാണിച്ചതാണ് പ്രേക്ഷകരെ. ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തൊരു മോഡൽ വാഹനം കൂടിയാണ്. പെട്രോളുകളാണ് കൂടുതലും സെയിൽ ചെയ്തത്, പക്ഷേ എല്ലാ ഇൻറ്റീരിയറൊക്കെ ഒരുപോലെ തന്നെയാണ്.
ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ AC വെൻ്റ് ഉണ്ട്. നല്ല ക്ലീനാണ്. ഒരു പൊട്ടോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ AC വെൻ്റും കാര്യങ്ങളൊക്കെ നല്ല ഇത് തന്നെ ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നത്. ഇവിടെ അതിനുള്ള ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഫ്രണ്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക. ACയുടെ ഫാനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇവിടെ ചാർജറിൻ്റെ ഒരു ഇതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് വരുന്നത് HR അതർ രജിസ്ട്രേഷനുള്ള വാഹനമാണ്. 2012 ഓട്ടോമാറ്റിക് പെഡൽ ഷിഫ്റ്റ് വരുന്ന, സൺറൂഫ് വരുന്ന, നല്ല വെൽ മെയിൻറ്റെയിൻഡ് ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഇൻഷുറൻസ് ഓൾറെഡി ഇപ്പോൾ അടുത്ത് എടുത്തിട്ടുള്ളൂ. ഇൻഷുറൻസും വാലിഡാണ്. ഇപ്പോൾ 2012 ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണിത്. അപ്പോൾ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. 8,15,000-ന് 2012 പെഡൽ ഷിഫ്റ്റ് വരുന്ന വാഹനം. ഹാൻഡ് ഗിയറാണ്. അതിന് പ്രത്യേകത ഉണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ ബെൻസിൽ ഹാൻഡ് ഗിയർ ആയിട്ടാണ് വന്നത്. ഇത് മാറിയ സമയത്തുള്ള ഒരു വാഹനമാണ്. അപ്പോൾ നോക്കിയിട്ട് വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിലാണ്. അറവങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോഴിക്കോട് നിന്ന് ഏകദേശം ഒരു 35-40 കിലോമീറ്ററാണ് കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാരുള്ളത്. പിന്നെ ദൂരത്തു നിന്ന് വരുന്നവർ എന്തായാലും കോൺടാക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ കോൾ ചെയ്തിട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ എങ്കിലും കോൺടാക്ട് ചെയ്തിട്ടാണ് വരാൻ. പിന്നെ ഒരുപാട് മുൻപ് വിളിച്ചിട്ട് പിന്നീട് വരുന്ന ആൾക്കാർക്ക് വണ്ടി അവിടെ എത്തിയിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വരുന്നതിന് മുന്നേ എന്തായാലും അവരൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, വിളിക്കുക, എന്നിട്ട് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കാരണം പ്രേക്ഷകരാണ് നമ്മളെ ഊർജ്ജം എന്ന് പറയുന്നത്. ഇത്രയും തിരക്കിനിടയിലൊക്കെയാണ് ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ കാര്യങ്ങൾ മൊത്തം ചെയ്തിട്ട് അത് നമ്മൾ യൂട്യൂബിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കൊക്കെ ഉണ്ട്. അതിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ യൂട്യൂബിൽ ഇതിന് ലിങ്ക് നമ്മളത് ബട്ടണ് നോക്കി കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻ എല്ലാം വരും. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് എത്തും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എന്തെങ്കിലും ഞാൻ വിട്ട് പറഞ്ഞതിലെല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം, മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ. താങ്ക് യു.